പ്രിയമുള്ളവരെ നമസ്കാരം. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഈ ജാസി നിന്റെ ഫ്രണ്ട് അല്ലേ, പിന്നെ എന്ത് പറ്റി, അവന് ഒരു ആണാണോ അവൻ പെണ്ണാണോ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതിനാണ് ഈ വീഡിയോ ഇടുന്നത്. സംഭവത്തേക്ക് ജാസി എന്ന് പറയുമ്പോഴത്തേക്ക് 2018, 19, 20 കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായതാ. 20ൻ്റെ തുടക്കമാണ്. ഈ കൊറോണൻ്റെ ആ സമയത്തൊക്കെ ഞങ്ങൾ നല്ല ഫ്രണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ടായത് ദുബായിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ്. പിന്നെ കുറേ ഒരുപാട് ചോദിക്കുന്നുണ്ട്, ആശയായിട്ട് എങ്ങനെയാണ് പരിചയം എന്നൊക്കെ പറഞ്ഞു. ജാസി എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ റൂമിൽ നിന്ന് ജാസിൻ്റെ യഥാർത്ഥ സ്റ്റോറി പറയുമ്പോഴത്തേക്ക് ജാസിൻ്റെ ബോസ് ഉണ്ടായിരുന്നു. ആ ബോസ് എന്തോ ഒരു ഇവൻ്റെ പേരിൽ ചെക്ക് കൊടുത്തിട്ട് 40 ദിവസമൊക്കെ ജാസി ദുബായ് ജയിലിൽ കയറുന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് ഞങ്ങൾ റൂമിലോട്ടുണ്ട് 2018 കാലഘട്ടങ്ങളിലെ. അത് നല്ലൊരു ഫ്രണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും. ഒരുപാട് റീൽസ്, ഈ ടിക്ടോക്കിൻ്റെ ഒക്കെ പരിപാടി ഭയങ്കര അറിയില്ല, ഭയങ്കര പരിപാടിയാണ്. ഒരു സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. പിന്നെ പെണ്ണ് പോലെ സംസാരിച്ചുകൊണ്ടത്, എന്നൊരു പെണ്ണല്ല. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. എന്താടാ, എവിടെ പോയി, അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട ഒരു വ്യക്തിയാണ്. ചോദിച്ചല്ലാതെ ഉണ്ടല്ലോ ഈ ചെക്കന് വേറെ ഒരു ഓർമ്മൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് ജാസിക്ക് എൻഗേജ്മെൻ്റ് ആയിട്ട് പിന്നെ ഈ ആ പെണ്ണിൻ്റെ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്പിലുണ്ടായ ഒരു വ്യക്തിയായിരുന്നു. ഈ കൊറോണ സമയത്ത് ഓൻ്റെ ഒരു കസിൻ്റെ ഒരു റൂമുണ്ടായിരുന്നു ഈ ദുബായിൽ, ഷാർജ ദുബായിൻ്റെ ബോർഡറായിട്ട്. അങ്ങനെ അവിടേക്ക് എന്നിട്ട് താമസിക്കാൻ പോയ ജാസിനെ പിന്നെ കാണുന്നില്ല. അങ്ങനെ ഒരു 5-8 മാസം കഴിഞ്ഞ് പിന്നെ ഒരാളായിട്ട് ഇങ്ങനെ ടിക്ടോക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു താടി വെച്ച്, ഭയങ്കര താടിയൊന്നും ഇല്ലായിരുന്നു, ഒരു സുന്ദര ചെക്കന. എന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ അയച്ചു തരിക ഒരു റീൽസ്. അപ്പം ഞാൻ ഡ്യൂട്ടിൻ്റെ തിരക്കിലായിരുന്നു. എന്നാൽ ഞാൻ നോക്കി ഒരുപാട് ആൾക്കാർ ഒരു റീൽസ് അയച്ചു തരുമ്പോഴത്തേക്ക് നോക്കണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ടിക്ടോക്കിൻ്റെ ഒരു ലിങ്കാണ്. ടിക്ടോക്ക് ജാസിനെ ചതിച്ചു, ജാസി ഞാൻ വെറുതെ വിടില്ല, അങ്ങനെ ഇങ്ങനെ ആയിട്ടാകുമ്പോൾ 2021 ഒരു മാർച്ച് മാസത്തിലാണ് ആദ്യത്തെ ന്യൂസ്. ഞങ്ങളൊക്കെ നെറ്റിപ്പോയി. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവനെ അറിയുന്ന ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു എന്ത് സംഭവം. അതെനിക്കറിയില്ല. അവൻ്റെ ഭാര്യയൊക്കെ പ്രശ്നമായിരുന്നു. അത് പെണ്ണ് വേണമെന്ന്, അവൻ പെണ്ണാണെന്ന്, മറ്റൊന്നത് കള്ളം പറഞ്ഞുണ്ടാക്കുന്ന. പിന്നെ അതിന് മുമ്പത്തെ സ്റ്റോറി, ഒരു സുഹൃത്തുനായിരുന്നു മൊട്ടത്തിലെ ഇസ്മായിൽ ഖത്തർ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അയാളേക്ക് ഓരോ പെണ്ണെന്നൊക്കെ പറഞ്ഞേക്ക് അവൻ്റെ തന്തക്കും തള്ളക്കും അയാളെ വിളിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഒരു കാര്യം പറയാം, യഥാർത്ഥത്തിൽ പെണ്ണല്ല, ആണ് തന്നെയാണ്. ഇപ്പോഴാണ് തന്നെയാണ്. പിന്നെ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പെണ്ണ് പോലെ ആവാൻ വേണ്ടി, ഈ താടി വരാതെ പോലെ, ഇത് ഞാൻ ക്ലീൻ ഷേവ് ചെയ്തത് എന്നങ്ങനെ പറയല്ലേ. ഞാൻ നല്ലൊരു ആൺകുട്ടിയാണ്, എനിക്ക് 3 മക്കളുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ഈ താടിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോർമോണിൻ്റെ, ഈ ഫീമെയിൽ ഹോർമോണിൻ്റെ ഒരു ഇഞ്ചക്ഷൻ അടിക്കും. ഇഞ്ചക്ഷനെ ഒരു ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഭയങ്കര പേടി, ടാബ്ലറ്റ് കഴിക്കും. അപ്പം പറയുമ്പോഴത്തേക്ക് ഒരു പെണ്ണിൻ്റെ ഹോർമോൺ വരുന്നത് മീൻസ് ഈ മുഖത്തേക്ക് താടി ഒന്നും വരാതിരിക്കും. അങ്ങനെ ആവും. ഈ ജാസിൻ്റെ വീഡിയോ ഇപ്പോഴും കണ്ടു. ഞാൻ ഒരുപാട് ജാസിൻ്റെ വീഡിയോ റിസർച്ച് ചെയ്തു. ഒരു ദിവസം നല്ലൊരു ആപ്പിൾ പോലത്തെ ഒരു പെണ്ണ് പോലെയാവും, കാശ്മീർ സ്റ്റേറ്റിൻ്റെ പെണ്ണ് പോലെയാവും. പിറ്റേ ദിവസം അതിനേക്കാളും അടിപൊളിയായിട്ടുണ്ടാവും. അങ്ങനെ വീണ്ടും നോക്കുമ്പോഴത്തേക്ക് എന്താ, ചിലപ്പോൾ അവൻ്റെ ടാബ്ലറ്റ് തീർന്നതിൻ്റെ അതിൻ്റെ ശക്തി തീരുമ്പോഴത്തേക്ക് എന്താ, ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അത് കുടിക്കും. ശക്തി തീരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് ഈ കുറവായിട്ട് വരും, പിന്നെ ആണ് പോലെ ആയിട്ട് വരും, അങ്ങനെയൊക്കെ ആയിട്ട് വരും. അങ്ങനെ ഈ ഒരു പരിപാടിക്കോ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ടാബ്ലറ്റ് കുടിച്ചു പോകും. അതാണ് സംഭവം. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ ഇട്ട് ഒരുപാട് ആൾക്കാർ ചെസ്റ്റൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ചെസ്റ്റ് വരാൻ വലിയ പണിയൊന്നുമില്ല. ബ്രാക്ക് വന്ന് ചിരട്ടയോ അല്ല വേറെ എന്തെങ്കിലും തുണിയോ എന്തൊക്കെ വെച്ചുള്ള പരിപാടിയായിരിക്കും. വേറെ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഒരു സ്ത്രീനെ പറ്റി ഞാൻ മര്യാദ വെച്ച് പറയുന്നൊന്നുമല്ല. ഞാനിപ്പോഴും സ്ത്രീകളെ ബഹുമാനിച്ചും കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ പറയുമ്പോൾ ഈ ജാസിൻ്റെ കാര്യത്തിൻ്റെ പറയുമ്പോഴത്തേക്ക് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്, അവൻ മെയിലിലൊക്കെ നന്നായി അറിയുന്നൊരു കാര്യമാണ്. ഇപ്പോഴും അവനറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ പറയുമ്പോഴത്തേക്ക് ഈ ആഷി എന്നൊരു വ്യക്തി നല്ല കുടുംബം നോക്കുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ജാസിനെ ഇതുവരെ പോലും നേരിട്ട് കണ്ടിട്ട് പോലും ഒരിക്കലും ഫോണിൽ സംഭാഷണം നടത്തിയല്ല, നേരിട്ടൊന്നും കണ്ടിട്ടില്ല. പറയുമ്പോഴത്തേക്ക് ജാസി എന്ന് പറയുമ്പോഴത്തേക്ക് കുടുംബത്തിൽ അവൻ്റെ ഉപ്പൊക്കെ സുഖം ഇല്ലാത്ത സമയത്തൊക്കെ ഒരുത്തും വീട് നോക്കിയതും പണി ചികിത്സ നോക്കിയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ്റെ ഉമ്മൻ്റെ ഒരു ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട്, ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു ഇതാക്കിയതാണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം അവനൊരു 10 പൈസൻ്റെ ഉപകാരം ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് മാറി. ഇത് ആശയ സംഭവം പറയുമ്പോഴത്തേക്ക്
ഇവന്റെ മേക്കപ്പിന് മറ്റേ ഇപ്പൊ ജാസ്തിക്ക് പഠിക്കുന്നില്ല, പിന്നെ ഈ യൂട്യൂബിൽ നിന്നൊക്കെ പണം കിട്ടുന്നില്ല, അവരുടെ വീഡിയോ വേറെ ആൾക്കാർ കണ്ടന്റ് അയച്ചിരുന്നല്ലത് ഇവന്മാരുടെ വീഡിയോ വലിയ വൈറലാവുന്നൊന്നുമില്ല, പിന്നെ തുച്ഛമായ പൈസ കിട്ടിയാൽ മതിയാവുന്നില്ല. ഈ ജാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ മേക്കപ്പ് കാര്യത്തിനൊക്കെ സംഭവിച്ചിടത്തോളം എന്തും ഇല്ലെങ്കിലും ഒരു 50,000 പൈസ അവൻ്റെ മേക്കപ്പിനും ഡ്രസ്സിനും കാര്യങ്ങളും വില കൂടി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇടുന്നതല്ല എന്ത് ഫീമെയിൽസിൻ്റെ. പിന്നെ പറയുമ്പോഴത്തേക്ക് എല്ലാ ഫീമെയിൽസിനും ഇടുമ്പോൾ ഡ്രസ്സ് ഇടാൻ പറ്റില്ല, ഉമ്മക്ക് ഷൂട്ടബിൾ ആയിട്ടുള്ളത് ഇടണം. ഒരു മെയിൽ ഫീമെയിൽ ആകുമ്പോൾ എന്ത് ഡ്രസ്സ് ഇടുന്ന പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര സംഭവമാണ്. അത്ര ഈ കാര്യങ്ങളെയാണ് അറിയാനുള്ളൂ, വേറൊന്നുമില്ല. ഇപ്പോൾ ജാസിൻ്റെ വീട്ടുകാരായാലും നല്ല മുന്തിയ തറവാട്ടുകാരാണ്, നല്ല മാന്യമുള്ള ആൾക്കാരാണ്. പക്ഷെ അവൻ്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് അവൻ ഇങ്ങനെ ആയത്. അതിന് മുമ്പൊക്കെ നല്ലൊരു കാര്യം, ഉമ്മ എന്ന് പറയുമ്പോൾ ഭയങ്കര കുടുംബം എന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. അവൻ്റെ ഈ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഈ ഇവൻ്റെ ചേച്ചിൻ്റെ മക്കൾക്കൊക്കെ ഒരുപാട് സാധന കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് എന്ന് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. ഒരുപാട് സമൂഹത്തിൽ ആദ്യം കളിയാക്കിയവനെ എന്താകുമ്പോഴത്തേക്ക് നീ പെണ്ണാണ് ഞാനല്ല നീ പെണ്ണാണെന്നൊക്കെ, അതൊക്കെ അവസാനം ഇതിന് ട്രെൻഡാക്കി മാറ്റി. അതാണ് സംഭവം. പിന്നെ ജീവിക്കാനുള്ള ഓരോ ആൾക്കാർ ഓരോ കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ജീവിക്കണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊന്നുമല്ല, ഞാൻ റൂമിലൊന്നും താമസിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു, നല്ലൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറയാനുള്ള കാരണം. എന്താ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വൈകുന്നേരത്തെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ നല്ലതെന്തോ ഒരു വീഡിയോ ഇട്ടാൽ സംഭവം സെറ്റാണ്, അതാണ് സംഭവം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നന്ദി, നമസ്കാരം.